السلام عليكم ورحمة الله. كيف حالكم وأخباركم وعساكم طيبين؟ أيها المشتركون الأحبة، مرحبا بكم إلى دار العربية. ദാറുൽ അറബിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതാണ്: ടുബൈ, വാങ്ങുക. വാങ്ങുകയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുക, വാങ്ങി, വാങ്ങുന്നു, വാങ്ങും എന്നൊക്കെ എങ്ങനെയാണ് അറബി സംസാര ഭാഷയിൽ നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ നമുക്ക് വാങ്ങിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അതായത് അവൻ വാങ്ങി എന്നതിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ വാങ്ങി എന്നുള്ളതിന് പറയുന്ന വാക്ക് ഇസ്തറ എന്നാണ്. ഇസ്തറ, ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ആളുകളും അത് കേട്ടിട്ടുണ്ടാവും. ഇസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നർത്ഥം. ഇസ്തറ. ഓക്കെ, ഇസ്തറ, വാങ്ങി. അപ്പോൾ അവൻ എന്നുള്ളൊരു ധ്വനി കൂടി അതിലുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് അവൻ വാങ്ങി എന്നാണ് ഇസ്തറ എന്നതിന്റെ ശരിക്കുള്ള അർത്ഥം. എന്നാൽ വാങ്ങി എന്നുള്ളത് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവൻ ഇന്നലെ ഒരു കാർ വാങ്ങി. അപ്പോൾ അവൻ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കൊരു പേര് കൊടുക്കാം, അലി എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ അലി ഇസ്തറ സയ്യാറ അംസ്. അപ്പോൾ അലി ഇന്നലെ ഒരു കാർ വാങ്ങി എന്നാണ്. അപ്പോൾ ഇസ്തറ എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് വേണ്ടി, അതായത് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വാങ്ങി എന്നുള്ളതിന്. ശരി, ഇനി അവൾ വാങ്ങി എന്ന് പറയാൻ ഇസ്തറ എന്നുള്ളത് അത് മാറി അവസാനം ഒരു ത് ചേരും, അല്ലെ? ഇസ്തറത്ത് എന്നാണ് അത് പറയാം. ഇസ്തറത്ത് എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങി എന്നർത്ഥം. ഇസ്തറത്ത്, ഇസ്തറത്ത്, അവൾ വാങ്ങി എന്നാണ്. ശരി, അപ്പൊ ഇസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ്. ഇനി അവൻ വാങ്ങും എന്ന് എങ്ങനെയാണ് പറയാ? അവൻ വാങ്ങും എന്ന് പറയാൻ ബി യസ്തരി എന്നാണ് പറയാം. ബി യസ്തരി, ബി യസ്തരി. ബി എസ്തരി എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങും എന്നർത്ഥം. അവൻ വാങ്ങും. ഓക്കെ, ഇത് ബി എസ്തരി എന്നുള്ളത് സംസാരത്തിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് ബി എസ്തരി എന്നുള്ളത് ബിസ്തരി എന്നാണ്, ആ രൂപത്തിലേക്ക് മാറും. ബി എസ്തരി എന്നാണ് ശരിക്കുള്ളത്. അപ്പോൾ സംസാരത്തിലേക്ക് ഇപ്പോൾ അവൻ നാളെ ഒരു കാർ വാങ്ങും എന്ന് പറയും. അപ്പോൾ അലി നാളെ ഒരു കാർ വാങ്ങും എന്നെങ്ങനെ പറയും? അപ്പോൾ അലി ബി എസ്തരി സയ്യാറ ബുഖ്റ. നാളെ അലി ഒരു കാർ വാങ്ങും എന്നാണ്. അപ്പോൾ അത് കുറച്ചൊരു നമ്മുടെ സംസാരത്തിൽ പെട്ടെന്ന് ആ സംസാരത്തിൽ ആ ഒഴുക്കിൽ എങ്ങനെ ബി എസ്തരി എന്നുള്ളത് ബിസ്തരി എന്നാണ് നമ്മൾ കേൾക്കുക. അപ്പോൾ അലി ബിസ്തരി സയ്യാറ ബുഖ്റ, അലി ബിസ്തരി സയ്യാറ ബുഖ്റ. ഓക്കെ, അപ്പോൾ ഈ യാ എന്താവും? ഒന്ന് സൈലന്റ് ആവും. ബിസ്തരി എന്നാണ് അവിടെ കേൾക്കുക. ഓക്കെ, അപ്പൊ ഇസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി, ബി എസ്തരി എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങും. ഇനി അവൾ വാങ്ങും എന്നുള്ളതിന് എന്താണ്? ഇവിടെ ഈ യാ എന്നുള്ളത് മാറിയിട്ട് താ ആക്കി കഴിഞ്ഞാൽ എന്തായി? അവൾ വാങ്ങി എന്നായി, അല്ല അവൾ വാങ്ങും എന്നായി. ബി തസ്തരി, ബി തസ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങും എന്നായി. ബി തസ്തരി. ഓക്കെ, അപ്പൊ ബി തസ്തരി. അപ്പൊ ആയിഷ ബി തസ്തരി സയ്യാറ ബുഖ്റ. ആയിഷ നാളെ ഒരു കാർ വാങ്ങും എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇസ്തറത്ത് എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങി, ബി തസ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങും എന്നാണ്. ശരി, ഇനി അടുത്തത് നീ വാങ്ങി എന്ന് നമുക്ക് പറയണം. നീ. അപ്പൊ നീ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ആണും പെണ്ണും ഉണ്ട്. അപ്പോൾ നീ എന്നുള്ളത് ആണാണ് എന്നുണ്ടെങ്കിൽ അതിന് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വാക്ക് ഇസ്തറൈത്ത് എന്നാണ്. ഇസ്തറൈത്ത്. ഓക്കെ, അപ്പോൾ നീ ഒരാണിനെ സംബന്ധിച്ച് പറയുകയാണ് നീ വാങ്ങി എന്ന് പറയുമ്പോൾ എന്ത് ചേർത്താൽ മതി? നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ് എന്ത്? ഇൻത എന്നുള്ളത് അവിടെ ചേർത്താൽ മതി. ഇൻത ഇസ്തറൈത്ത്, ഇൻത ഇസ്തറൈത്ത്. ഓക്കെ, ഇനി അത് പെണ്ണാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻതി ഇസ്തറൈത്ത് എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ് വാങ്ങി എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇൻത ഇസ്തറൈത്ത് എന്ന് പറഞ്ഞാൽ നീ ഒരാണ് വാങ്ങി, ഇൻതി ഇസ്തറൈത്ത് എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ് വാങ്ങി എന്നായി. ഓക്കെ, ഇനി ബി തസ്തരി എന്നുള്ളത് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അവൾ വാങ്ങും എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. പിന്നെ ഒരേ ഒരു അർത്ഥത്തിലൂടെ ഉപയോഗിക്കും, അതായത് നീ വാങ്ങും എന്ന അർത്ഥത്തിലും ബി തസ്തരി ഉപയോഗിക്കും. ബി തസ്തരി. അപ്പൊ അവൾ എന്ന അർത്ഥത്തിലും നീ എന്ന അർത്ഥത്തിൽ അവൾ ഉപയോഗിക്കണം. അവൾ വാങ്ങും. ബിതസ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങും, അതേപോലെ ബിതസ്തരി എന്ന് പറഞ്ഞാൽ നീ വാങ്ങും. അപ്പൊ ആ ഒരു സംസാരത്തിന്റെ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ആ അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നാളെ നീ വാങ്ങുമോ, നാളെ നീ ഒരു പുതിയ ഫോൺ വാങ്ങുമോ എന്നിങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇൻത ബിതസ്തരി ജവാൽ ജദീദ് ബുക്ര. നീ നാളെ ഒരു പുതിയ ഫോൺ വാങ്ങുമോ? ജവാൽ എന്ന് പറഞ്ഞാൽ ഫോൺ എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻത ബിതസ്തരി ജവാൽ ജദീദ് ബുക്ര. നാളെ നീ പുതിയ ഫോൺ വാങ്ങുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ബി തസ്തരിയാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ആ ബി തസ്തരിയുടെ ഉദ്ദേശം എന്താണ്? അവൾ എന്നല്ല, നീ എന്നാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിനനുസരിച്ചാണ് മാറുക. ഓക്കെ, അപ്പോൾ ഇസ്തറ എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങി എന്നായി. ഇസ്തറത്ത് എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങി. ഇസ്തറൈത്ത് എന്നുള്ളത് നീ വാങ്ങി എന്നാണ്. അപ്പോൾ ഇൻത ഇസ്തറൈത്ത് എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ വാങ്ങി എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻത ഇസ്തറൈത്ത് എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ വാങ്ങി എന്നർത്ഥത്തിലായി. ഇനി ബി എസ്തരി അല്ലെങ്കിൽ ബിസ്തരി എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങും. പിന്നെ ബി തസ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങും, അതുപോലെ തന്നെ നീ വാങ്ങും. രണ്ട് അർത്ഥത്തിനും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയുണ്ട് ബാക്കി? ഞാൻ വാങ്ങും, ഞങ്ങൾ വാങ്ങും. ഇത് രണ്ടും കൂടി നമുക്കുണ്ട്. അതേപോലെ ഞാൻ വാങ്ങി, നമ്മൾ വാങ്ങി, അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങി എന്നത് കൂടി മനസ്സിലാക്കിയാൽ ഈ ഒരു ടോപ്പിക്ക് എൻ്റെ ഒരു ബേസിക്, അതായത് ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി ഞാൻ വാങ്ങി എന്ന് പറയണം. ഞാൻ വാങ്ങി, ഞാൻ വാങ്ങി എന്ന് പറയാൻ ഇസ്തറൈത്ത് എന്ന് തന്നെയാണ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുക. ഇസ്തറൈത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി
എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. ഓക്കെ, ഇസ്തറൈത്ത് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ട് അതിന് മുൻപ് എന്ത് ചേർത്താൽ മതി? നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതുപോലെ അന ഇസ്തറൈത്ത് എന്ന് പറഞ്ഞാൽ, അന ഇസ്തറൈത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി എന്നർത്ഥം. അന ഇസ്തറൈത്ത്, ഞാൻ വാങ്ങി, അന ഇസ്തറൈത്ത്. ഓക്കെ, ഇനി ഞാൻ വാങ്ങും എന്നെങ്ങനെ പറയും? ഒരു ബാ മുമ്പിൽ ചേർത്ത് കൊടുക്കുന്നു. ബസ്തരി എന്നാണ് പറയാം. ബസ്തരി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങും എന്നാണ് അവിടെ അർത്ഥം. ഞാൻ വാങ്ങും. ബസ്തരി, ഞാൻ വാങ്ങും. അപ്പൊ ഇനി എല്ലാത്തിനും അനൈസ്തരി 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 എന്ന് പറയണം. ഞാൻ വാങ്ങി, അവൻ വാങ്ങി, നീ വാങ്ങി, എല്ലാത്തിനും എന്ന് പറയേണ്ട. അനൈസ്തരി അനത്ത ഇസ്തരി എന്നൊന്നും അല്ല പറയേണ്ടത്. അതിന് പ്രത്യേകമായ വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി അതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ വാങ്ങി എന്നെങ്ങനെ പറയും? അനസ്തറൈത്ത്, അനസ്തറൈത്ത് ജവാൽ ജദീദ് ആംസ്, ഞാൻ ഇന്നൊരു പുതിയ ഫോൺ വാങ്ങി എന്ന് പറയാം. ഇനി എന്താണ്? ബസ്തരി. ബസ്തരി എന്ന് ഉപയോഗിക്കുമ്പോൾ ശരിക്കും അനയുടെ ആവശ്യമില്ല. കാരണം ബസ്തരി എന്നുള്ളത് ഞാൻ വാങ്ങും എന്നുള്ളതിന് മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ബസ്തരി ജവാൽ ജദീദ് ബുക്ര ഇൻഷാ അല്ലാഹ്, ഞാൻ നാളെ എന്ത് ചെയ്യും? ഒരു പുതിയ ഫോൺ വാങ്ങും. അലി ബസ്തരി സയ്യാറ ജദീദ ബുക്ര ഇൻഷാ അല്ലാഹ്, നാളെ ഞാൻ എന്തെങ്കിലും പുതിയ കാറ് വാങ്ങും എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി അവസാനത്തെ എന്താണ്? ഞങ്ങൾ വാങ്ങി എന്നാണ്. ഞങ്ങൾ വാങ്ങി എന്നുള്ളതിന് ഇസ്തറൈന എന്നാണ് പറയാം. ഇസ്തറൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങി എന്നാണ്. ഞങ്ങൾ വാങ്ങി, ഇസ്തറൈന. ഓക്കെ, ഇസ്തറൈന. ഇനി ഞങ്ങൾ വാങ്ങും എന്നിങ്ങനെ പറയാം. ബി നസ്തരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങും എന്നാണ്. ബി നസ്തരി, ബി നസ്തരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങും. ഓക്കെ, അപ്പൊ ഞങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ ഇസ്തറൈന, ഞാൻ വാങ്ങി എന്ന് പറഞ്ഞാൽ അനസ്തറൈത്ത്. ഓക്കെ, ഞാൻ വാങ്ങും എന്നുള്ളതിന് ബസ്തരി, ഞങ്ങൾ വാങ്ങും എന്നുള്ളതിന് ബിനസ്തരി എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി എന്താ നമുക്ക് പ്രധാനപ്പെട്ട വാങ്ങുകയുമായി ബന്ധപ്പെട്ട ആ കോണ്ടസ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ വാക്കുകളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതായത് വാങ്ങി എന്നുള്ളത് മനസ്സിലാക്കി, വാങ്ങും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇനി വാങ്ങുന്നു എന്നുള്ള ഒരു ടേം കൂടി ഉണ്ടല്ലോ. അതായത് ഒരു സിമ്പിൾ പ്രസന്റ് നമ്മൾ പറയുന്നത് വാങ്ങുന്നു. അപ്പോൾ നമ്മൾ ആ വാങ്ങുന്നു എന്നുള്ളത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഇപ്പൊ ഞാൻ സ്ഥിരമായി വാങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വാങ്ങുന്നു എന്നൊക്കെ പറയില്ല. ഞാൻ സ്ഥിരമായി പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത് എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഇടയ്ക്ക് പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ഓക്കെ, ഇടയ്ക്ക് ഞാൻ സാധനങ്ങൾ ഇന്നൊരു ബക്കാലിൽ നിന്നാണ് വാങ്ങുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ഇപ്പൊ ഞാൻ വാങ്ങുന്നു എന്നുള്ളതിന് അതിന് മുമ്പ് നമുക്ക് അവൻ വാങ്ങുന്നു പോലെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ അതിന് അവൻ വാങ്ങുന്നു എന്നുള്ളതിന് യസ്തരി എന്നാണ് പറയാം. യസ്തരി, യസ്തരി എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങുന്നു. തസ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങുന്നു. അല്ലെങ്കിൽ നീ ഒരു പുരുഷനോട് പറയണം നീ വാങ്ങുന്നു എന്നുള്ളതിനും തസ്തരി എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, നീ വാങ്ങും. തസ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. നീ, അതായത് ഒരു പുരുഷൻ സംബന്ധിച്ച് അത് പുല്ലിംഗ രൂപത്തിൽ എന്ത് ചെയ്യും? തസ്തരി എന്നാണ് പറയാം. ഓക്കെ, ഇനി നീ ഒരു സ്ത്രീ വാങ്ങുന്നു എന്നുള്ളതിന് തസ്തരീന എന്നാണ് പറയാം. നമുക്ക് തസ്തരീൻ സംസാരത്തിൽ തസ്തരീൻ എന്നാണ് പറയാം. തസ്തരീൻ, തസ്തരീൻ. ഓക്കെ, ഇനി ഞാൻ വാങ്ങുന്നു എന്നുള്ളതിന് അസ്തരി എന്നാണ് പറയാം. അസ്തരി, അസ്തരി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങുന്നു, അസ്തരി. ഓക്കെ, ഇനി ഞങ്ങൾ വാങ്ങുന്നു എന്നുള്ളതിന് നസ്തരി എന്നാണ് പറയാം. നസ്തരി. ഓക്കെ, അപ്പൊ യസ്തരി എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങുന്നു, തസ്തരി എന്ന് പറഞ്ഞാൽ അവൾ വാങ്ങുന്നു, അതോടൊപ്പം നീ വാങ്ങുന്നു. ഈ രണ്ടർത്ഥത്തിൽ തസ്തരി എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇനി തസ്തരീൻ എന്ന് പറഞ്ഞാൽ നീ എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് പറയുന്നത്. നീ ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറയും നീ വാങ്ങുന്നു എന്ന് പറയുന്നു. ഇനി ഞാൻ വാങ്ങുന്നു എന്നുള്ളതിന് അസ്തരി എന്നാണ് പറയാം. അസ്തരി. ഓക്കെ, ഞങ്ങൾ വാങ്ങുന്നു എന്നുള്ളതിന് നസ്തരി എന്നാണ് അവിടെ പറയാം. ഓക്കെ, അപ്പൊ ഇത് അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ അതെങ്ങനെയാണ് പറയാം? അപ്പൊ അവിടെ വാങ്ങി എന്നുള്ള വാക്കോ അല്ലെങ്കിൽ വാങ്ങും എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഞാൻ വാങ്ങുന്നു എന്നുള്ള വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വാങ്ങുന്നു എന്നുള്ളതിന് എന്താണ് പറയാം? അസ്തരി എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അസ്തരി അല്ലെ? അസ്തരി. അപ്പൊ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നത്? ഞാൻ വാങ്ങുന്നുണ്ട്. അപ്പൊ സംസാര ഭാഷയിൽ ശരിക്കും സെന്റൻസിന് അങ്ങോട്ട് സ്ട്രക്ചർ ഇല്ലല്ലോ, ഇന്ന രൂപത്തിൽ തന്നെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്നുള്ളതിന് എന്താ ആദ്യം നമുക്ക് പറയാം? കുല്ലയോ അല്ലെ? കുല്ലയോം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നാണ്. കുല്ലയോം അസ്തരി. ഇനി പച്ചക്കറിക്ക് അൽ ഖുല്ലാർ എന്ന് പറയാം. അൽ ഖുല്ലാർ, അൽ ഖുല്ലാർ. ഈ ദ എന്നുള്ളത് അല്ല ശരിക്കും വ എന്നുള്ള സൗണ്ടിന് വ എന്നാണ് പറയുക, ഖുല്ലാർ. പക്ഷെ മലയാളത്തിൽ എഴുതുമ്പോൾ ഖുദ്ദാർ എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ ഖുല്ലാർ, ഖുല്ലാർ. ഓക്കെ, അൽ ഖുല്ലാർ എവിടെ നിന്നാണ്? മിനസ്സൂഖ്. ഓക്കെ, മിനസ്സൂഖ്. ഓക്കെ, മിനസ്സൂഖ് എന്ന് പറയാം. മിനസ്സൂഖ്. അപ്പൊ കുല്ല യൗം അസ്തരി അൽ ഖുദ്ദാർ മിനസ്സൂഖ്. ഞാൻ മാർക്കറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പച്ചക്കറികൾ എല്ലാ ദിവസവും വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതേ ഉദാഹരണം വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ വാങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി ഞാൻ വാങ്ങുന്നു എന്നുള്ളത് മാറ്റിയിട്ട് എല്ലാ ദിവസവും അവൻ പച്ചക്കറി വാങ്ങുന്നത് മാർക്കറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് ആ ഉദാഹരണം വെച്ച് പറയാം. എല്ലാ ദിവസവും ഞങ്ങൾ പച്ചക്കറി വാങ്ങുന്നത് മാർക്കറ്റിൽ നിന്നാണ്. എല്ലാ ദിവസവും നീ പച്ചക്കറി വാങ്ങുന്നത് മാർക്കറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഈ അസ്തരി എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മറ്റ് നമ്മൾ പഠിച്ച ആ ഒരു 4 കോണ്ടക്സ്റ്റുകളും വെച്ചിട്ട് ഈ സെന്റൻസിന് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തെടുക്കാവുന്ന. അപ്പൊ ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.